ഹലോ, എല്ലാവർക്കും ഹയ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശംഖുപുഷ്പം അലോവേര മസാജിങ് ഓയിലിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമോ എന്ന് ചോദിച്ച് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഷൈമാസ് വേൾഡിൽ നമ്മൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഒരു 3-4 മാസം മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ ഹയ ഓർഗാനിക്കിലാണ് നമ്മൾ ഈ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യുന്നത്. മസാജിങ് ഓയിൽ തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായത് ഞാനൊരു 4 ലീഫ് എടുത്തിട്ടുണ്ട് അലോവേരയുടെ. അതേപോലെ തന്നെ ഒരു പിടി ശംഖുപുഷ്പത്തിൻ്റെ പൂവ് എടുത്തിട്ടുണ്ട്. ശംഖുപുഷ്പം ഒരു പിടിയോളം ഒരു പിടി എന്ന് പറയുമ്പോൾ ചെറിയൊരു പിടിയല്ല, വലിയൊരു പിടി പൂവാണ് നമ്മൾ പറിച്ചെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ രണ്ടും കൂടി അരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എത്രത്തോളം ഇതിൻ്റെ ആ ഒരു ജ്യൂസ് കിട്ടുമോ അതിനനുസരിച്ച് മെഷർമെൻറ്റ് പറയാം. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഏകദേശം നമ്മൾ ആ ശംഖുപുഷ്പത്തിൻ്റെ ഫ്ലവറും അലോവേരയും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എത്രത്തോളം നമുക്ക് ജ്യൂസ് കിട്ടിയെന്നുള്ളത് നോക്കാം. നമ്മൾ എടുക്കുന്ന എണ്ണയ്ക്ക് ഇത്രയും വേണോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ശംഖുപുഷ്പം അലോവേര മസാജിങ് ഓയിൽ വാങ്ങിയിട്ട് കിട്ടിയ റിസൾട്ടിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമുക്കതൊന്ന് കേട്ട് നോക്കിയാലോ. മസാജ് ഓയിൽ ഇല്ലേ, അത് നല്ല മാറ്റം ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല കുട്ടിക്ക് കളറൊക്കെ വെക്കുന്നുണ്ടെന്ന് പറഞ്ഞതേ. തേച്ചണക്ക് ഒരു സോഫ്റ്റ് ആവുന്നുണ്ട്, ശരീരം സോഫ്റ്റ് ആവുന്നുണ്ട്, മുഖമൊക്കെ സോഫ്റ്റ് ആവുന്നു, ദേഹം മുഴുവൻ തേക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞത്. ഒരുപാട് അപ്പോൾ ഇത് ഒരാളുടെ ഫീഡ്ബാക്കാണ്. ഇതുപോലെ നമ്മുടെ ഈ എണ്ണ വാങ്ങിയ ഓരോരുത്തരും തന്ന ഫീഡ്ബാക്കുകൾ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് എല്ലാം കൂടി അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഓരോന്ന് ഒരു വീഡിയോയിൽ ഒരു ഫീഡ്ബാക്ക് എങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ലിറ്റർ വെളിച്ചെണ്ണയാണ്. ഞാനിപ്പോൾ മില്ലിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്നതേ ഉള്ളൂ. 1 ലിറ്റർ വെളിച്ചെണ്ണയിലാണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിൻ്റെ ഒരു 3 ലിറ്ററിൽ ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ഷൈമാസ് വേൾഡിൽ അപ്ലോഡ് ചെയ്തിരുന്നത്. ആ സമയത്ത് അത് കണ്ടിട്ട് അതുപോലെ ചെയ്ത ഒരു 3-4 ആൾക്കാർ എന്നോട് പറഞ്ഞ് അവർ ചെയ്തപ്പം ഇത് തിളച്ച് പൊന്തി പുറത്ത് പോയി, തീയൊക്കെ പാളി, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന രീതി നമ്മൾ നോക്കുക. ആദ്യം നമ്മൾ ഇത് ചെയ്യുമ്പം നമുക്ക് സേഫ് ആയിട്ടുള്ള രീതിയിൽ വേണം എണ്ണ എപ്പോഴും കാച്ചാൻ. അത് ഈ എണ്ണയെന്നല്ല, ഏതെണ്ണ കാച്ചുമ്പോഴും നമ്മൾ ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഇതിനകത്തേക്ക് ഈ വെള്ളത്തിൻ്റെ അംശങ്ങൾ ചേരുന്ന സമയത്താണ് അങ്ങനെയൊക്കെ വരിക. അതൊരിക്കലും ഉണ്ടാവരുത്. നമ്മൾ ആദ്യം പാൻ വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക. എണ്ണ ചെറിയ രീതിയിൽ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ 1 ലിറ്റർ എണ്ണയ്ക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് 500 ഗ്രാം എന്നുവെച്ചാൽ 500 ml ആണ് നമ്മുടെ ജ്യൂസ്, ശംഖുപുഷ്പവും അലോവേരയും കൂടെയുള്ള ജ്യൂസ് അരച്ചെടുത്തത് ഒഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു ബീക്കർ 500 ഗ്രാമിൻ്റെ ആയിരുന്നു. ആ ബീക്കറിലുള്ള ആ ഒരു നിറച്ചും എടുത്തത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം മെല്ലെ നമ്മൾ സിമ്മിൽ വെച്ച് തന്നെ പതുക്കെ ഇളക്കി നമ്മളിതിനെ കാച്ചിയെടുക്കുക. അപ്പോൾ ഇടയ്ക്ക് ഫ്ലെയിം ഇത്തിരി കൂട്ടി കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മളതിനെ ഫ്ലെയിം കുറച്ചും കൂട്ടിയും വേണം നമ്മളിതിനെ കാച്ചിയെടുക്കാൻ. കാരണം ഒരേ രീതിയിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ അരച്ച് ചേർത്തിരിക്കുന്ന ആ ജ്യൂസ് ഐറ്റംസ് പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മൾ ചെയ്യുന്ന സംഭവം നമുക്ക് അതേപോലെ നല്ല റിസൾട്ടിൽ നമുക്കത് കാച്ചിയെടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതിനെ പതുക്കെ നമ്മളിങ്ങനെ ഇളക്കി ഇരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം സൈഡിലൊക്കെ ബ്ലൂ കളറിൽ നല്ല ശംഖുപുഷ്പത്തിൻ്റെ ആ കളറിൽ ഇങ്ങനെ എണ്ണ തെളിയുന്നതും പത പൊങ്ങി വരുന്നതൊക്കെ കാണാം. ഇത് നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ അതെല്ലാം മാറി നോർമലി നല്ല ഒരു എന്താ പറയുക ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ ആ ഒരു നമ്മൾ മെഹന്തിയൊക്കെ കലക്കിയാലുണ്ടാവില്ല ഇങ്ങനെ ആ കളർ, ആ ഒരു കളറിലായിരിക്കും നമുക്ക് എണ്ണ കറക്റ്റ് കാച്ചി കഴിയുമ്പോൾ ഉണ്ടാവുക. ഇപ്പം നോക്കിയേട്ടാ നല്ല രീതിയിൽ ശംഖുപുഷ്പം എണ്ണയിൽ കിടന്ന് തിളയ്ക്കുന്ന സമയത്ത് ആ വൈറ്റ് ഭാഗത്തേക്ക് നമ്മുടെ ആ പാത്രത്തിൻ്റെ ആ വൈറ്റ് ഭാഗത്തേക്ക് നമ്മുടെ ശംഖുപുഷ്പം ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. നല്ല രീതിയിൽ ബ്ലൂ കളറിൽ തെളിഞ്ഞ് വരുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള സമയത്ത് ഇറക്കരുത്. ഇത് വെന്ത് കഴിയുമ്പോൾ ആ ബ്ലൂ കളറെല്ലാം മാറി നമുക്ക് എണ്ണ ഒരു ഗ്രീൻ കളറിലേക്കായി വരും. ഈ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഫ്ലവറോ അലോവേരയോ ഒന്നും കിട്ടാത്ത ആൾക്കാർക്ക് ഈ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോൺ നമ്പർ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സ് തന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തുന്ന രീതിയിൽ ഇത് അയച്ചു തരും. കൊറിയർ സർവീസ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഏത് പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വീട്ടിലെത്തുന്ന രീതിയിൽ നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ ഏകദേശം നമ്മൾക്ക് എണ്ണ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾ തന്നെ നോക്കിയേ. ആ എണ്ണ വെന്ത് വന്ന സമയത്ത് എണ്ണയുടെ കളറ് തന്നെ മൊത്തത്തിൽ മാറിയിരിക്കുകയാണ്. പതയടങ്ങി, നമുക്ക് എണ്ണ വെന്ത് തുടങ്ങിയാൽ നല്ലൊരു മണവും ആ പതയൊക്കെ അടങ്ങി നല്ല രീതിയിൽ ഇങ്ങനെ നോർമലി ആയി വരും കേട്ടോ.
എണ്ണ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി നമുക്കിതിനെ ഒന്ന് ഇറക്കി വെക്കണം. ഇനി ചൂട് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ബോട്ടിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പം ഇത് തുടർച്ചയായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എണ്ണ കരിഞ്ഞു പോവാതെ നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിലുള്ള ആ ഒരു വേവിൽ നമുക്ക് എണ്ണ വേവിച്ചെടുക്കാം. എണ്ണ കാച്ചിയത് തന്നെ ഹയമോൾക്ക് വേണ്ടിയിട്ടാണ്. ഹയമോൾക്ക് ഇപ്പോൾ 8 മാസം ആവുന്നുള്ളൂ. മോള് ജനിച്ചപ്പോൾ തൊട്ടേ നമ്മൾ മോളുടെ ശരീരത്ത് പറ്റുന്നതായാലും തലയിൽ പറ്റുന്ന എല്ലാം ഈ ഒരു എണ്ണ തന്നെയാണ്. മോൾക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കിയ സോപ്പ്, എണ്ണ, അതുപോലെ കൺമഷി, ഇതൊക്കെ മോൾക്ക് വീട്ടിലുണ്ടാക്കിയതെന്നാണ് ഉപയോഗിക്കുന്നത്. ഒരിക്കലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ ഒരു സാധനവും നമ്മൾ കുഞ്ഞിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. നമുക്ക് 1 കിലോ വെളിച്ചെണ്ണയും 1/2 കിലോ നമ്മുടെ ശംഖുപുഷ്പത്തിന് അലോവേര ജ്യൂസ് എടുത്തിട്ട് നമ്മൾ കാച്ചി എടുത്തപ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഈ ഒരു അളവ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടാൽ. ഈ ബീക്കർ 1 ലിറ്ററിൻ്റെ ബീക്കറാണ്. അതിൽ 700 ഗ്രാമിൻ്റെ അടുത്താണ് നമുക്ക് ഓയിൽ തിളച്ച് വെന്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയത്. അത്രയും നേരം അത് വെന്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് എത്രയും കുറവ് വന്ന് നോക്കണം. അത്രയും നേരം അത് കിടന്ന് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് 700 ഗ്രാമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ കാച്ചുമ്പോൾ ശ്രദ്ധിക്കുക. നമുക്ക് 1 ലിറ്റർ കാച്ചിയാലും നമുക്ക് അലോവേര മസാജ് ഹെയറും ആൻഡ് മസാജിങ് ഓയിലാണ്. നമ്മൾ ഹെയറിലും ശരീരത്തും എല്ലാം മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ കുഞ്ഞിന് ഈ ഒരു എണ്ണ തന്നെ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു എണ്ണ ആവശ്യമുള്ളവർ നമുക്ക് കോണ്ടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റുള്ളവരിലേക്ക് കൂടെ ഒക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഓരോ വീഡിയോയിലും. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ ഓരോ ഐറ്റംസ്, ഓർഗാനിക് ആയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും നിങ്ങളുടെ വീട്ടിൽ തയ്യാറാക്കാനും അത് തയ്യാറാക്കാൻ സൗകര്യം ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങാനും ഒക്കെയുള്ള അവസരമുണ്ട് നിങ്ങൾക്ക്. ഓക്കെ.